സർട്ടിഫിക്കറ്റ് എന്നാ ഒന്ന് നീർത്തി കാണിച്ചു കൊടുക്കും എൻ്റെ കൂട്ടുകാർക്കൊക്കെ. ഞാനിങ്ങനെ ഇപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ഇടാന്ന് കരുതിട്ടോ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ പനിയത്തിനെ കൊണ്ടാക്കിനല്ലോ നമ്മൾ വയനാട്. അപ്പോൾ വയനാട് പോയത് എന്തിനാ, അവൾക്ക് എന്ത് കിട്ടിയ ഒക്കെ ഞാൻ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ആരും മറക്കാതെ നമ്മളെ വീഡിയോ ഫുള്ളായിട്ടും വാച്ച് ചെയ്യണേ. നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ആദ്യം ചെയ്തതുപോലെ ചെയ്യണ്ടേ, അല്ലാത്തത് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വേറെന്താ, എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ല ഓലെ കളിയൊക്കെ. അതാണ് നമ്മളിവിടെ ട്രെയിനിങ്ങിനോ അതുപോലെ ഹോസ്റ്റലിലൊക്കെ ആക്കിയാൽ ഇതന്നെ അവസ്ഥ. നല്ല എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരാ. അങ്ങനെ കൂട്ടുകാരെ, നമ്മളെ സർട്ടിഫിക്കറ്റ് കിട്ടിയതൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ നിങ്ങൾക്ക്. നമ്മളെ അൻസത്തിക്ക് കിട്ടിയതാണത്. അൻസത്തിക്ക് ട്രെയിനിങ്ങിന് പോയിട്ട് 2 ഇവിടുത്തെയും ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഇനി അവൾക്ക് നമുക്ക് ഏത് ഹെവൻസിലും കയറട്ടോ. എവിടെയാണെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ കയറാം. ഗൾഫിലും തന്നെ നല്ല സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ പോയിനെ കോളേജ് കേട്ടോ. ഞാൻ ഈ കോളേജിൻ്റെ ഫോട്ടോ ഉണ്ടായത് ഒന്നും കാണിച്ചത്. നല്ല വ്യൂ ഇല്ലേ, വയനാടാണ്, അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ലൈബ്രറിയാണ് കേട്ടോ വരുന്നത്. അവിടുത്തെ അടിപൊളി സെറ്റപ്പാണ് കോളേജ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതായുള്ളൂ, ഞാൻ ഇവിടെ വന്നിട്ട് നിർത്തിയതാണ്. സർട്ടിഫിക്കറ്റും ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ എന്നാണ്. ഇനി നമുക്ക് അവളോട് ചോദിച്ചു നോക്കട്ടോ. സർട്ടിഫിക്കറ്റ് എന്നാ ഒന്ന് നീർത്തി കാണിച്ചു കൊടുക്കും എൻ്റെ കൂട്ടുകാർക്കൊക്കെ. ഞാനിങ്ങനെ ഇപ്പോൾ 2 ദിവസം മെനക്കെട്ട് കൊണ്ടാക്കി തന്നതല്ലേ. ഇതാ മക്കളെ, ഇതാണ് ആ വിലപ്പെട്ട സർട്ടിഫിക്കറ്റ്. കണ്ടോളിട്ടോ, മുഫീദാസി എന്നാണ് സർട്ടിഫിക്കറ്റ്. ഇതാണ് ഹെവൻസിലെ ട്രെയിനിങ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അവൾക്ക്. എന്നാൽ താത്തിക്ക മളെ അതൊക്കെ കണ്ടു. എങ്ങനെ ഉണ്ടായിന് അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങൾ? സൂപ്പറായിനു. അവിടെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിനു. ഭക്ഷണോ? അതിൽ സൂപ്പർ. പിന്നെ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എന്ത് തോന്നുന്നുണ്ട്, ഇനി അവിടെ ട്രെയിനിങ് വേണം തോന്നുന്നുണ്ടോ? പോരാന്ന് അവിടെ തന്നെ നിന്നാൽ മതിയെന്നോ? ഇനി അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഹെവൻസിൽ ഉപയോഗിച്ചു അല്ലേ? അവിടെ ട്രെയിനിങ് കഴിഞ്ഞതൊക്കെ അവിടെ തന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ മാക്സിമം കുട്ടികളെ എന്ത് ചെയ്യും നോക്കൂല്ലേ? അപ്പോൾ ഉഷാറായി. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കൊക്കെ ട്രെയിനിങ്ങിന് പോയി നോക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു ചിലപ്പോൾ മറന്നിക്കണമെങ്കിലോ. ഏത് സ്കൂളായിട്ടത്? ആലുവ സ്കൂളല്ലേ? പിണങ്ങോട്. പിണങ്ങോട്, വയനാട് പിണങ്ങോട് ഉമ്മുൽ ഖുറ ഹെവൻസ് സ്കൂളിലെ അടിപൊളിയാണ് മക്കളെ. ഹെവൻസ് സ്കൂൾ കേട്ടോ വയനാട്ടിലത്തെ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഉഷാറായി. എനിക്കും തന്നെ കേട്ടോ ട്രെയിനിങ് ആയിട്ട് എനിക്കും അവിടെ നിൽക്കണം എന്നുള്ളൊരാഗ്രഹം. ട്രെയിനിങ്ങിന് കൊണ്ടാക്കാൻ പോയപ്പോൾ എനിക്ക് എൻ്റെ പഴയ WS എല്ലാം ഓർമ്മ വന്നു. അതേ ഉണ്ടായത്. അതിൻ്റെ ഉള്ളൊക്കെ നല്ല സൗകര്യം ഉണ്ടായില്ലേ കിടക്കാനും അതിനൊക്കെ? അത് വയനാടല്ലേ? അപ്പൊ എറണാകുളത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് ആദ്യം അവിടെ പോകണ്ടിരുന്ന എന്നാ പിന്നെ ആദ്യം ഫുള്ള് അവിടെ തന്നെ ആയാൽ മതി. അവിടെ ആയാൽ മതി എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് 2 സുഖവും കുറച്ച് സങ്കടവും കുറച്ച് ഗതികേടും കുറച്ച് സന്തോഷവും ഒക്കെ പാടെ വേണ്ടേ? എന്നാലല്ലേ ഇപ്പോൾ ഒരു രസമുള്ളൂ. എന്തിലും നമ്മൾ അതിജീവിക്കണം, എന്നാലേ നമ്മളെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ക്ഷമ നല്ലോണം വേണം. അപ്പം എന്നാൽ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്ക്. ഹായ്. അപ്പോൾ എല്ലാവരോടും വീഡിയോ കണ്ട് സബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.
പഠിക്കാൻ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട്. ഓളായിക്കൂടി ഒരു ഇത് നടത്തി അഡ്മിഷൻ ചോദിച്ചിട്ടുണ്ട്. ഹെവൻസിൽ പഠിക്കാൻ കുട്ടികളുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ, തിരൂർക്കാട്, മങ്കട ആ ഭാഗത്തൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മളെ തിരൂർക്കാട് ഹെവൻസിലേക്ക് എത്തിച്ചെടുക്കുക. ഓളങ്ങ് കൈകാര്യം ചെയ്തോളൂ. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ അല്ലേ? അവിടെ എങ്ങനെയൊക്കെയാണ് പഠിപ്പ്? അവിടെ ഫസ്റ്റ് വർഷം എഴുത്തൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അവൾ പറഞ്ഞത്. സെക്കൻഡ് വർഷം മുതലാണ് അതൊക്കെ തുടങ്ങുക കേട്ടോ. അതുപോലെ അവിടുന്ന് പോരുമ്പോഴത്തേന് ഒരു ദിവസം മനപ്പാടാക്കുന്നു, അങ്ങനെ എന്തോ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദവിവരങ്ങൾ പിന്നെ നമുക്ക് ചോദിച്ചിട്ട് ഇടണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ആവശ്യമില്ലല്ലോ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കൊണ്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങളെല്ലാവരും കണ്ടില്ലേ? അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും കണ്ടില്ലേ നമ്മളെ വീഡിയോസൊക്കെ? നമ്മളെ അനിയത്തിക്ക് കിട്ടിയ മെഡലും എല്ലാം കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായോ? സർട്ടിഫിക്കറ്റൊക്കെ കണ്ടോ? എല്ലാവരും ഇതേപോലെ എല്ലാവരും പഠിച്ച് നല്ല മാർക്കോടെ ട്രെയിനിങ്ങിനെല്ലാം പോയി എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയെല്ലാം ആവുമല്ലോ. അപ്പോൾ കൂട്ടുകാരെ മറക്കാതെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ എന്തോ ഒരു വിഷമത്തിലും അപ്പോൾ അതെല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീഡിയോ എല്ലാവരും